ഒരു കഥ പറയട്ടെ. കാറ്റിനെ കീറിമുറിച്ച് മുന്നോട്ട് കുതിക്കുന്ന റോൾസ് റോയ്സ് കാറിന് മുൻപിലെ ആ ചെറിയ വെള്ളിപ്രതിമ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേവലം ഒരു ശില്പം മാത്രമല്ല അത്, ഇതിന് പിന്നിലൊരു കഥയുണ്ട്. വെറും ഒരു ലോഹശില്പത്തിൻ്റെ കഥയല്ല, മറിച്ച് കാലം മായ്ച്ചു കളയാത്ത ഒരു നിഗൂഢ പ്രണയത്തിൻ്റെയും കണ്ണീരിൽ അവസാനിച്ച ഒരു ദുരന്തത്തിൻ്റെയും ചരിത്രമാണിത്. റോൾസ് റോയ്സ് കമ്പനിയുടെ ആദ്യകാല ഡയറക്ടർമാരിൽ ഒരാളായിരുന്നു ജോൺ മൊണ്ടേഗു പ്രഭു. അന്ന് അദ്ദേഹത്തിൻ്റെ കമ്പനിയിലെ മാഗസിൻ പ്രവർത്തനങ്ങളിൽ ജോലി ചെയ്തിരുന്ന അതീവ സുന്ദരിയും സ്മാർട്ടും ഇന്റലിജന്റുമായ യുവതിയായിരുന്നു എലീനർ തോൺടൺ. വെറുമൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയായിരുന്നു എലീനർ. അവളോട് ജോൺ മൊണ്ടേഗുവിന് കടുത്ത പ്രണയം. തനിക്ക് തോന്നിയ പ്രണയം അവളോട് തുറന്നു പറയാൻ അദ്ദേഹം മടിച്ചില്ല. കേൾക്കേണ്ട താമസം സമ്മതം മൂളാൻ അവളും മറന്നില്ല. എന്നാൽ അക്കാലത്ത് സാധാരണക്കാരുമായുള്ള ബന്ധങ്ങളെ ആഭിജാത്യമുള്ള പ്രഭുകുടുംബങ്ങൾ കളങ്കമായി കണ്ടിരുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രണയം ലോകത്തിന് മുൻപിൽ തുറന്നു പറയാൻ രണ്ടുപേർക്ക് സാധിച്ചിരുന്നില്ല. എങ്കിലും എല്ലാ വിലക്കുകളും അതിജീവിച്ച് ആത്മാവ് കൊണ്ട് അവർ വർഷങ്ങളോളം ഒന്നിച്ച് ജീവിച്ചു. കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ ജോൺ പ്രഭുവിന് തൻ്റെ ജീവന്റെ പാതിയായവളെ തൻ്റെ പ്രിയപ്പെട്ട റോൾസ് റോയ്സ് കാറിന്റെ മുഖമുദ്രയാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇതിനായി തൻ്റെ സുഹൃത്തും പ്രശസ്തനായ ശില്പിയുമായ ചാൾസ് സൈക്സിനെ അദ്ദേഹം ചുമതലപ്പെടുത്തി. എലീനറുടെ സൗന്ദര്യവും നിഷ്കളങ്കതയും ഒപ്പിയെടുത്തുകൊണ്ട് ചാൾസ് ഒരു ശില്പമുണ്ടാക്കി. വായുവിൽ പറക്കുന്ന വസ്ത്രത്തോടെ തങ്ങളുടെ പ്രണയരഹസ്യം കാത്തു സൂക്ഷിക്കുന്ന ഭാവത്തോടെ ആരോടും പറയരുതെന്ന് കാണിച്ച് ചുണ്ടിൽ വിരൽ വെച്ചൊരു ശില്പം. എലീനറുടെ സൗന്ദര്യവും ചലനങ്ങളും ആധാരമാക്കി സൈക്സ് നിർമ്മിച്ച ആദ്യ രൂപത്തിന് ദ വിസ്പർ എന്നാണ് പേരിട്ടിരുന്നത്. ഈ ചെറിയ ശില്പം ജോൺ പ്രഭു തന്റെ റോൾസ് റോയ്സ് കാറിന്റെ ബോണറ്റിൽ സ്ഥാപിക്കുകയും ചെയ്തു. ഇരുവരും ഒന്നിച്ചുള്ള സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട്. എന്നാൽ കാലം അവരുടെ പ്രണയത്തിന് കാത്തുവെച്ച വിധി മറ്റൊന്നായിരുന്നു. 1915 ജോൺ പ്രഭുവും എലീനറും ഒരുമിച്ച് ഇന്ത്യയിലേക്ക് കപ്പൽ മാർഗം യാത്ര ചെയ്യുകയായിരുന്നു. അതവരുടെ അവസാന യാത്ര എന്നറിയാതെ. ആ തണുത്ത ഡിസംബറിൽ ക്രീറ്റ് തീരത്ത് വെച്ച് അവർ സഞ്ചരിച്ച കപ്പൽ ഒരു ജർമ്മൻ അന്തർവാഹിനിയുടെ ടോർപിഡോ ആക്രമണത്തിന് ഇരയായി. ആക്രമണത്തിൽ കപ്പൽ നിമിഷങ്ങൾക്കുള്ളിൽ കടലിൽ മുങ്ങിത്താണു. ഈ അപകടത്തിൽ കപ്പലിലുണ്ടായിരുന്ന 100-ലധികം ആളുകൾ മരണപ്പെട്ടു. അതിൽ എലീനറും ഉൾപ്പെട്ടിരുന്നു. ജോൺ പ്രഭു അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം നിരാശയുടെ ലോകത്തിലായിരുന്നു. എലീനർ തന്നെ വിട്ടുപോയതിന് നടുക്കത്തിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായി മോചനം നേടാൻ കഴിഞ്ഞിരുന്നില്ല. പ്രിയതമയുടെ ഓർമ്മകളിൽ നീറിയ ജോൺ പ്രഭുവിന് തന്റെ കാറിൽ ഉണ്ടായിരുന്ന ആ ശില്പം പിന്നീട് എലീനറിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പോലെയായി. കാലക്രമേണ റോൾസ് റോയ്സ് കമ്പനി ആ മനോഹരമായ ശില്പം തങ്ങളുടെ കാറുകളുടെ ഔദ്യോഗിക ലോഗോയായി സ്വീകരിച്ചു. ആ ശില്പമാണ് പിന്നീട് ലോകത്തിന്റെ നെറുകിലേക്ക് കുതിക്കുന്ന ഇന്നത്തെ വിഖ്യാതമായ സ്പിരിറ്റ് ഓഫ് എസ്റ്റസിയായി മാറിയത്. കടലിന്റെ ആഴങ്ങളിൽ മാഞ്ഞുപോയൊരു നിഷ്കളങ്ക പ്രണയത്തിന്റെ എക്കാലത്തെയും അമരമായ സാക്ഷ്യമാണ് ഈ പ്രതിമ.